അപ്പം അങ്ങയുടെ നിരീക്ഷണപ്രകാരം പിത്തഭാവത്തിലുള്ള ആൾക്കാരെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. അതെ, അപ്പോൾ കുട്ടികളുണ്ടാവില്ല. ഒരു പിത്തമുള്ള ഒരാൾ കഫമുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ വാദമുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിത്തത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ശാപ്പാട്ടുരാമനാണ്. അവർക്ക് ഭക്ഷണമാണ്, ഭക്ഷണപ്രിയരാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേഗം ഉറങ്ങണം. അപ്പോൾ കുടുംബജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു സാധനം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ നല്ല സ്നേഹമുള്ളവരാണ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ എന്തിന് സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ? ആ ചോദ്യത്തിന് മുമ്പിൽ അവിടെ ഫെയിലിയറാണ്. അത് പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി. അപ്പോൾ പിത്ത ഭാവത്തിലുള്ള അല്ലെങ്കിൽ വാദപിത്ത കഫ മൂന്ന് തരത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പിത്തഭാവത്തിലുള്ള ചേരുമ്പടി ചേരണം എന്ന് പറയും. അപ്പോൾ അത് പിത്തത്തിലുള്ള ആൾ പിത്തത്തിലുള്ള ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ബഹളമൊന്നും ഉണ്ടാകില്ല. കാരണം രണ്ടുപേർക്കും തിന്നാനാണ് ഇഷ്ടം, ഉറങ്ങാനാണ് ഇഷ്ടം, രണ്ടുപേർക്ക് സമൂഹത്തിനോട് കടമപ്പെട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അവർക്ക് അങ്ങനെ ഒരു വലിയ പ്ലസ് പോയിന്റ് ഉണ്ടാവില്ല. അവർ ചെയ്യുന്ന തൊഴിലിനോട് വളരെ ആത്മാർത്ഥമുള്ളവരായിരിക്കും, സിൻസിയർ ആയിരിക്കും. മനസ്സിലായോ? ഒറ്റ കുഴപ്പമുള്ളവർ മദ്യത്തിന് അടിമയാകുന്നത് പോലെ അവർ ഭക്ഷണത്തിന് അടിമയാണ്. 3 നേരത്തിന് 4 നേരം കഴിച്ചാലും മതിയാവില്ല. 1 നേരം കഴിക്കുന്നവൻ യോഗ്യൻ, 2 നേരം കഴിക്കുന്നവൻ ഭോഗിയ, 3 നേരം കഴിക്കുന്നവൻ രോഗിയ, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹിയ. ഇവർ 4-ന് കഴിക്കും. 5 മഹാരോഗിയാണ്, മഹാദ്രോഹി. പിത്തരസമുള്ള ഒരാൾ ആരെ കല്യാണം കഴിക്കണമെന്നാണ് ഡോക്ടർ? പിത്തമുള്ള ആളെ തന്നെ കല്യാണം കഴിക്കണം. കഫമുള്ള ആള് കഫമുള്ള ആളെ തന്നെ കല്യാണം കഴിക്കണം. കുട്ടികളുണ്ടാവാൻ സാധ്യത കുറവാണെന്നല്ലേ പറഞ്ഞത്? അല്ല, അത് കുട്ടികളുണ്ടാവും. കുട്ടികളുണ്ടായാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാനിതിന് മുൻതൂക്കം കൊടുക്കുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രേമിക്കുമ്പോഴേ നമ്മൾ വാദപിത്ത കഫം അതല്ലേ പെട്ടെന്ന് പിരിഞ്ഞു പോണേ. വാദവും പിത്തം നോക്കിയിട്ടല്ലല്ലോ പ്രേമിക്കണേ. കോലം കണ്ടിട്ടല്ലേ പ്രേമിക്കണേ. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു സെൻസേഷൻ വേണ്ടേ നമുക്ക്? അല്ല, അതറിയണമല്ലോ. നമുക്ക് ഒരു കാര്യം ബോധ്യമാണ്, പലർക്കൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റില്ല, പലർക്കൊപ്പം നമുക്ക് ഒരു ബെഡ്റൂം ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല, പലർക്കൊപ്പം നമുക്ക് ഒരു കാറിൽ യാത്ര ചെയ്യാൻ പറ്റണം എന്നില്ല, ഈവൻ ചിലർക്കൊപ്പം നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ പറ്റണം എന്നില്ല. ചിലർക്കൊപ്പം ഇതൊക്കെ നമ്മൾ എത്രയായാലും ഒരു കാര്യമില്ല, നമ്മൾ അവരോടൊപ്പം ഇരിക്കാനും ആഗ്രഹിക്കാനും. അപ്പൊ ഇതൊക്കെ ഈ പ്രകൃതത്തിന്റെ ഭാഗമാണോ? ഞാനൊരു കാര്യം പറയാം. താങ്കളും കല്യാണം കഴിച്ചതാണ്. എല്ലാവരും കല്യാണം കഴിച്ച ആൾക്കാർ വിവാഹ ജീവിതം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയി. ഭയങ്കര ആർഭാടമായിരുന്നു. ഒരു സിനിമ സ്റ്റൈലിൽ തന്നെ വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുതിയ മണവാളിനും മണവാട്ടിയും സിനിമ സ്റ്റൈലിലെല്ലാം കഴിയുന്നു. അനുഭവസ്ഥൻ എന്നുള്ള കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അന്നേരം തോന്നിയത് ഇതിന്ന് മാത്രമല്ലേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ റിയാലിറ്റിയാണ്. പിന്നെ ഒരു ബെഡ്റൂമിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ പറയുന്ന മണിയറ. അത് ആ മണിയറയിൽ ഏറ്റവും മനോഹരമായി എല്ലാം അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തികത്തിൻ്റെ അനുസരിച്ചൊരു പുതപ്പുണ്ടാവും. സാമ്പത്തികം കുറവാണെങ്കിൽ പുതപ്പിൻ്റെ വില കുറവ്, സാമ്പത്തികം കൂടുതലാണെങ്കിൽ ബ്ലാങ്കറ്റ് എൻ്റെ പുതപ്പ് വേറെ. ആദ്യത്തെ ദിവസം, ആദ്യ രാത്രി എന്ന് പറയുന്ന ഒത്തിരി സ്വപ്നം കണ്ടിട്ടൊക്കെയാണ് ഇരിക്കണമെങ്കിലും ഈ തുടങ്ങുന്നത് ഏത് വലിയ മാളികയായാലും ഈ പുതപ്പിൻ്റെ കീഴിലാണ്. ആ പുതപ്പിൻ്റെ കീഴിൽ ജീവിതം തുടങ്ങി ഒരാഴ്ച കഷ്ടി പോകാനാണ് സാധ്യത. അത് ഈ കവിഞ്ഞങ്ങോട്ട് പോകാന്ന് പറയുന്നത് വളരെ വിരളമാണ്. പുതപ്പ് വേണ്ടെന്നും പറഞ്ഞാൽ വഴക്കുണ്ടാക്കുക. ഒരാൾക്ക് പുതപ്പ് വേണം, ഒരാൾക്ക് പുതപ്പ് വേണ്ട. അപ്പോൾ അത് ആദ്യത്തെ അടി തുടങ്ങി. ആര് കാണുന്നു? ഒരു മനുഷ്യനും കാണുന്നില്ല. അവരുടെ കാലത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയാണ്. കാരണന്മാരെന്ത് വിചാരിക്കും? അമ്മായിയമ്മയായാലും അമ്മയായാലും എന്ത് വിചാരിക്കും? മക്കൾ നല്ല സന്തോഷത്തോടുകൂടി വന്നെയാണ്. പക്ഷെ അവിടെ പുതപ്പിന് അടി ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കണേ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാൾ പറയും ഫാനിൻ്റെ സ്പീഡ് കുറവാണ്, ഒരാൾ പറയും ഫാനിൻ്റെ സ്പീഡ് കൂട്ട്. പിന്നെ ഇവർക്ക് രാത്രി ഉറങ്ങാൻ നേരമില്ല. ഇത് സ്വിച്ച് ഓഫ് ചെയ്യാനും ഇത് കൂട്ടാനുമുള്ള പണിയാണ്. അത് കുറച്ചും കൂടി അങ്ങ് പോകും. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയോ സംഭവിക്കുകയാണ് ഗർഭം എന്ന് പറയുന്നൊരു പരിപാടി. അതിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പല പ്രശ്നങ്ങളാണ്. അതൊരു കാരണം. സ്നേഹം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. എല്ലാം ആക്രാന്തം എന്നുള്ള ഒരു ഭാഷയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥയില്ല. അപ്പോൾ പുറത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്ന ഒരാൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളും എങ്ങനെ കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും? അപ്പോൾ രണ്ടും പരസ്പരം മനസ്സിലാക്കാൻ ഉള്ള ഒരു മനസ്സ് വേണം. അപ്പോൾ ഈ പുതപ്പ്, ഫാന്, അത് കഴിഞ്ഞാൽ പിന്നെ AC അല്ലെങ്കിൽ ജനല. ഒരാൾ പറയും ജനല തുറന്നിടാൻ പറയും, ഒരാൾ പറയും ജനല അടച്ചിടാൻ പറയും. ഒരാൾക്ക് ജനല തുറന്നിട്ടില്ലെങ്കിൽ ശ്വാസം മുട്ടണമെന്ന് പറയും, ഒരാൾ ജനല തുറന്നിട്ടാൽ കാറ്റ് കിട്ടണം, തണുപ്പടിക്കണം എന്ന് പറയും. ഇപ്പോൾ രണ്ടും രണ്ട് ശരീരഘടനയാണ്. ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയാണ്.
അപ്പം നമ്മളിൽ പിത്തമുള്ളവനും കഫമുള്ളവനും ക്യാരക്ടറൈസേഷനുണ്ട്. കഫമുള്ള ഒരാളാണെങ്കിൽ എപ്പോൾ നോക്കിയാലും മൂക്ക് ചുറ്റിക്കൊണ്ടിരിക്കും. അത് മറ്റൊരാൾക്ക് ഇൻസൾട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ പിത്തമുള്ളവൻ പറയും എപ്പോൾ നോക്കിയാലും മൂക്കിക്കിടെ വെള്ളം വരലും, എപ്പോൾ നോക്കിയാലും ആശുപത്രിയിൽ പോകാനേ നേരമുള്ളൂ, ഞാൻ ഏത് മഴയത്ത് പോയി നനഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറയും. പക്ഷെ ആ പാവം അറിയുന്നില്ല, ആ പാവത്തിൻ്റെ കിഡ്നി ലിവർ പതുക്കെ പതുക്കെ അടിച്ച് ഫീസായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം അറിയാതെയാണ് ഈ നിസാരമായ ജലദോഷം എന്ന് പറയുന്നൊരു സംഗതിക്ക് കുറ്റം പറയുന്നത്. ജലദോഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. ജലദോഷം ഉണ്ടായി വേസ്റ്റ് അങ്ങ് പോവുക. അത്രേ ഉള്ളൂ. ഇത് വേസ്റ്റ് പോകാനാണ്. ജലദോഷം എന്ന് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി കഫരോഗിയാണെങ്കിൽ കഫം ഉണ്ടാക്കുന്ന പല സാധനങ്ങളും നമ്മൾ കഴിക്കുകയാണ്. ആ കഴിക്കുന്ന സാധനങ്ങളെ നിർത്തിയാൽ മതി. അതിപ്പോഴത്തെ പുതിയ രീതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് ഉണ്ടാവും വീട്ടിൽ. നമ്മൾ ടോയ്ലറ്റിലോ അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ അവിടെ പോയി നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നില്ല. വളരെ സിമ്പിളാണ്. ആരെങ്കിലും വിളിച്ചു പറയാൻ മോട്ടോർ ഓൺ ചെയ്യും, വെള്ളമില്ല. അതിനൊത്തിരി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡിഗ്രിയുടെ ആവശ്യം ഒട്ടുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ പോയി ഓണാക്കി, അത് കുറച്ച് നേരം കഴിയുമ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ വാട്ടർ ടാങ്ക് ഫുള്ളാവുമ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ടൊരു വേറൊരു ചെറിയ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൂക്ക് പോലെ ഇവിടം വരെ ഉള്ളൂ ഈ സംഗതി. ഏറ്റവും മുകളിലല്ല പൈപ്പ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് കവിഞ്ഞൊഴുകാതിരിക്കാനുള്ളൊരു പൈപ്പ്. കവിഞ്ഞൊഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ ആ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടിട്ട് പഠിക്കാത്ത അമ്മയായാലും വീട്ടിലാരായാലും ദേ വെള്ളം നിറഞ്ഞോട്ടോ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ ടാങ്ക് നിറയാൻ വന്നപ്പോഴത്തേക്കും പോയി മോട്ടോർ ഓഫ് ചെയ്തു, അവിടെ ലെവലായി. പക്ഷെ ഇന്നത്തെ പഠിച്ചിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഈ മൂക്കിൽ കൂടെ വരുന്ന വെള്ളത്തെ നിർത്തുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവണില്ല. ഇത് ഡിസ്ചാർജായി പോയി ക്ലീൻ ആവാനാണ് ഈ പ്രകൃതി നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന പണി. അപ്പോൾ അതിനെ നിർത്തുമ്പോൾ എന്താവും, അത് മുകളിലേക്ക് കയറും. അങ്ങനെയാണ് മൈഗ്രെയിൻ എന്നുള്ള പേര് കഫക്കാർക്കും പിത്തക്കാർക്കും കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് മൈഗ്രെയിൻ. ഈ മൈഗ്രെയിനിന് ചികിത്സിക്കുമ്പോൾ ചില മൈഗ്രെയിൻ ചികിത്സയ്ക്ക് വിധേയനാകുന്ന ആളുകൾ അസുഖം മാറുന്നില്ല. കാരണം ബേസ് എന്ന് പറയുന്നത് ഉണ്ട് മൈഗ്രെയിൻ്റെ കാരണം. കഫമുള്ളവനാണോ പിത്തമുള്ളവനാണോ എന്ന് തിരിച്ചറിയണം. ഈ കഫമുള്ള ഒരാളെ ചൂടാക്കിയാൽ മതി, അതങ്ങ് ഉരുകിപ്പൊക്കോളും. പിത്തമുള്ള ആളെ എന്ത് ചെയ്യണം, ഫ്രീസ് ചെയ്യണം, അങ്ങ് തണുപ്പിച്ചാൽ മതി. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ശ്വാസമുട്ടൽ അനുഭവിക്കുമ്പോൾ നമ്മളെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ വേഗം അവർ ഓക്സിജൻ തരാനായിട്ട് ICUയിലേക്ക് കയറ്റും. നല്ല ഐസ് പോലെ ഇരിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ അകം. അവിടെ ചെന്നു അവർ ഓക്സിജൻ കൊടുക്കാനായിട്ട് ഇട്ടു. ഒരു ദിവസം കുഴപ്പമൊന്നുമില്ല. പിറ്റത്തെ ദിവസം കിട്ടുന്ന ന്യൂസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമോണിയ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ന്യൂമോണിയ വന്നില്ലല്ലോ. അല്ല, അത് ചിലപ്പോൾ ICUയിൽ ഇൻഫെക്ഷൻ ആവാം, എന്നാലും ന്യൂമോണിയ വന്നു. വളരെ ജനം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വെറുതെ വിട്ടികളെ പോലെ അവിടെ ചെന്നിട്ട് ഈ ശ്വാസം മുട്ടലുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനെ അതിജീവിക്കാൻ ആയുസിൻ്റെ ബലം കൊണ്ട് തന്നെ ഇങ്ങനെ പോരുക. അതേസമയം വേറൊരു കൂട്ടർ അവിടെ പോയി കഴിഞ്ഞാൽ ന്യൂമോണിയ ഒന്നും വരാതെ കൂളായിട്ട് സുഖമായിട്ട് പുറത്തേക്ക് വരും. ഇത് രണ്ടിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിത്തക്കാരനെ ICU കയറ്റിയാൽ സുഖമായിട്ട് വരും, കഫക്കാരനെ വെയിലത്ത് കൊണ്ടുപോയി നിർത്തിയാൽ സുഖമായിട്ട് വരും. സിമ്പിളാണ്. മാറാരോഗമല്ല ആസ്മ എന്ന് പറയുന്നത്, മാറുന്ന രോഗമാണ്. ഒറ്റ കാര്യമുള്ളൂ, കഫം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ സാധനം അവൻ കഴിക്കരുത്. അവനെ വർജിച്ചു വെച്ചിരിക്കണം. അന്നത്തെ കൽപ്പന അതാണ്, ആ കനി കഴിക്കരുത്. അപ്പം കഫമുള്ള ആള്, കഫം ബേസ്ഡ് ആയിട്ടുള്ള ആള് കഫം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കരുത് എന്നാണ് പറഞ്ഞേക്കണേ. അതങ്ങ് അനുസരിച്ചാൽ മതി. അത് തന്നെയാണ് കഴിക്കുള്ളൂ എന്നുള്ളത് ആ ഹൗവ കൊണ്ടൊന്ന് കൊടുത്തില്ല രുചി. പിശാച് കൊണ്ടെന്ന് കൊടുത്തല്ലോ ആ രുചി. അപ്പം ഈ കഫമുള്ള സാധനം തിന്നാനാണ് അവരുടെ രുചി. അതുകൊണ്ട് നാവിനെ അടക്കി നമ്മൾ ജീവിക്കണം. നമ്മുടെ നാവ് ഈശ്വരൻ്റെ അധീനത്തിലായിരിക്കണം. നാവ് പിശാചിൻ്റെ അധീനത്തിലാണ്. നമ്മുടെ എല്ലാവരുടെയും നാവ് പിശാചിൻ്റെ അധീനത്തിലാണ്. കാരണം നല്ലത് പറഞ്ഞാൽ അടി കിട്ടൂല, അവിടെയാണല്ലോ അടി കിട്ടുന്നത്. അപ്പോൾ പല്ല് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാവിനോട് പറയണത് വേണ്ടാത്തതൊന്നും പറയല്ല, ഞാനിവിടെ മര്യാദയ്ക്ക് ഇരിക്കട്ടെ, ചവയ്ക്കാനുള്ളതാണ്. അടി കിട്ടുമ്പോൾ മുഖത്ത് നോക്കി അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞ നാവിൻ്റെ കുഴപ്പം. നാവിന് രുചി തോന്നുന്ന എന്ത് സാധനം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ രുചി ഉണ്ടാക്കി കഴിക്കാം. രുചിയുള്ള സാധനം എന്നും പറഞ്ഞ് കൂടുതൽ കഴിച്ചാൽ തീർച്ചയായിട്ടും ഉള്ളിൽ രോഗം ഉണ്ടാക്കി തരും. അത് പിശാചും ഈശ്വരനുമായിട്ടുള്ള ഒരു
ഗുസ്തിയാണ്. നമ്മുടെ ശരീരത്തിൽ ഇത് രണ്ടും ഉണ്ട്. നിറഞ്ഞിരിക്കുന്ന ഈ ആത്മാവ് എങ്ങനെയെങ്കിലും പുറത്ത് തള്ളണമെന്നുള്ള ഒറ്റ ആവശ്യത്തോടുകൂടിയ വാതുക്കെ തന്നെ ഈ നാവിൻ്റെ അകത്തിരിക്കുന്ന ആൾ ഇത് വേണ്ടാത്തത് തിന്നുക, വേണ്ടാത്തത് കുടിക്കുക, എന്നിട്ട് രോഗം ഉണ്ടാക്കുക. അല്ലാണ്ട് രോഗമൊന്നും തന്നെ അകത്തേക്ക് കയറി വരില്ല. ഈ നാവ് വിചാരിച്ചാൽ മാത്രമേ രോഗം വരുള്ളൂ. നാവ് റെസ്ട്രിക്റ്റഡ് ആയോ അവനെ രോഗിയാക്കാൻ പ്രയാസമാണ്.